ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നാവിൽ വെള്ളമുറുന്ന ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ, അപ്പോൾ അമ്മമാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. ഒപ്പം തന്നെ ഓഫീസിലും കൊണ്ടുപോകും ഉദ്യോഗസ്ഥർക്കൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കാണുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ എങ്ങനെയാണ് ഈ ചമ്മന്തി ചോറ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കണ്ടാലോ. ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയോടൊപ്പം തന്നെ നമുക്കൊരു 3-4 ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണിച്ചതും, അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്പെഷ്യൽ മുളകുണ്ട്, എരിവുള്ള ഉടങ്കൊല്ലി മുളക്. ഇതില്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും അല്ലെങ്കിൽ കാന്താരി ആയാലും കുഴപ്പമില്ല. ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1 കപ്പ് തിരികിയ തേങ്ങ. അപ്പോൾ തേങ്ങ നമുക്ക് ആവശ്യത്തിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് കൂടുതലെടുക്കാം. അപ്പോൾ ഈ 2 മുളകിന് പറ്റിയ ആ എരിവിന് പറ്റിയ തേങ്ങയാണ് ഞാൻ ഇട്ടത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വെള്ളം, കുറച്ച് മതി, ഒരു ടീസ്പൂൺ വെള്ളം കൂടെ, ഒരു 1.5 ടീസ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വളരെ എളുപ്പമാണ്. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ടേസ്റ്റായിട്ട് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിഷ്ടമുള്ളവർ ഇത് ചെയ്താൽ മതി, കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ആ ചമ്മന്തി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് കൊണ്ട് ഒരു അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല, ഇതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഏത് അരി ആയാലും കുഴപ്പമില്ല, ഏത് അരിയുടെ ചോറായാലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ റൈസ് തന്നെയാണ് എടുത്തത്. നിങ്ങൾക്കിപ്പോൾ ഇത് വേണ്ട, വേറെ റൈസാണുള്ളെങ്കിൽ അത് മതി. 2 പേർക്കുള്ള പൊതിയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ 2 പേർക്ക് കഴിക്കാൻ എന്തായാലും ഇത് മതിയാവും. ഇത്രയേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്തു. നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഇലയിലോട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഇലയിൽ തന്നെ ഇത് പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓംലെറ്റ് തന്നെയാണ്. പിന്നെ ഒരു അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇനി നമുക്കിത് പൊതിഞ്ഞിട്ട് എന്തായാലും നമ്മൾ രാവിലെ കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്കല്ലേ ചോറ് കഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോഴിതിനൊരു പ്രത്യേക മണം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ പൊതിച്ചോറിൻ്റെ മണം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനേക്കാൾ സാധാരണ നമ്മൾ പൊതിച്ചോറിൽ മീൻ വറുത്തതും മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് ഈ കാണുന്നതിനേക്കാൾ ഞാൻ പറയുക, നിങ്ങൾ കഴിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടാവും. ഈ പൊതി ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് തന്നെ നാവിൽ വെള്ളം ഊറുന്നില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ പൊതിച്ചോറ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻസൊക്കെ പറയാൻ മറന്നു പോരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പീസിനായിട്ട് ടേസ്റ്റ് കുക്കിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.